അത് ശരി. എടാ അനിയ, പഠിക്കാതെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുകയാണല്ലേ. മതി, നിർത്ത്. എന്തോ? കളി നിർത്തിയിട്ട് പോയി പഠിക്കാൻ. കേട്ടില്ല. എടാ മൊബൈൽ ഇങ്ങ് തന്നിട്ട് പോയിരുന്നു പഠിക്കടാ. ടിൻഡു ചേട്ടാ, ഈ സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞ എന്താ? സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാ ഒരു കുഴപ്പമില്ല. മോൻ പറഞ്ഞോ സെൻഡ് മെസ്സേജ് എന്നൊരു 100 വട്ടം പറഞ്ഞു. ആരും ഒന്നും പറയില്ല കേട്ടോ. അതല്ല, സെൻഡ് മെസ്സേജ് എന്ന് വെച്ചാ എന്താണെന്ന്. നീ പോയേ, ഓരോ ഗുലുമാല ചോദ്യങ്ങളായിട്ട് വരും. ഇതിന് ഉത്തരം പറഞ്ഞാ നീ ഉടനെ അടുത്തത് ചോദിക്കും. എന്റെ പൊന്നനിയോ, എനിക്ക് തീരെ സമയമില്ല. ചേട്ടൻ അറിയാഞ്ഞിട്ട് വെറുതെ ഉരുണ്ട് കളിക്കല്ലേ. എടാ, സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നല്ല മണമുള്ള മെസ്സേജും ഉണ്ടാവും. അങ്ങനെ നല്ല മണമുള്ള മെസ്സേജിന് പറയുന്ന പേരാണ് സെൻഡ് മെസ്സേജ്. ഓക്കേ? എല്ലാരും പറയുന്നുള്ളതാ ഈ ടിൻഡു ചേട്ടൻ ഒരു പൊട്ടനാ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആ മൊബൈൽ ഇങ്ങ് തന്നേ. പോയി പഠിക്ക്. എടാ, പഠിക്കാതെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുകയാണല്ലേ. മതി, നിർത്ത്, പോയി പഠിക്കടാ. ദൈവമേ, ഞാൻ അനിയനോട് പറഞ്ഞ അതേ ഡയലോഗ്. എന്താടാ പിറുപിറുക്കുന്നത്? ആ മൊബൈൽ ഇങ്ങ് താ, എന്നിട്ട് പോയി പഠിക്ക്. അച്ഛാ, എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അസുഖമോ? എന്തസുഖം? സംസാരിക്കുമ്പോ കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ദൈവമേ, കുഴഞ്ഞോ? ഇതെന്തസുഖം? മോനെ ടിൻഡു, അച്ഛനെ പേടിപ്പിക്കാതെ നമുക്കുടനെ ആശുപത്രി പോവാം. ആട്ടെ, എപ്പോഴാ ഈ അസുഖം ഉണ്ടാവാറ്? ഫോണിൽ സംസാരിക്കുമ്പോളാ. ശബ്ദം കേൾക്കാം, പക്ഷെ ആളെ കാണാൻ പറ്റുന്നില്ല.